പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെച്ചതിന്റെ യാതൊരു ആഹ്ലാദവും ദേവികയുടെ മനസ്സിലുണ്ടായിരുന്നില്ല. കഴുത്തിലെ മാലയും കയ്യിലെ വളകളും വലിയൊരു ഭാരമായി അവൾക്ക് തോന്നി. ആഡംബരത്തോടെ ഒരുക്കിയ ആ വലിയ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ ജനാലയിലൂടെ പുറത്തെ കറുത്ത ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അവളുടെ നെഞ്ച് ദ്രുതഗതിയിൽ ഇടിച്ചുകൊണ്ടിരുന്നു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചതെങ്കിലും തന്റെ ഭർത്താവായി വന്ന മാധവന്റെ കണ്ണുകളിൽ ഒളിഞ്ഞിരുന്ന കല്ലിപ്പ് അവൾ നേരത്തെ ശ്രദ്ധിച്ചിരുന്നു. വാതിൽ തുറന്ന് മാധവൻ അകത്തേക്ക് കയറി വന്നപ്പോൾ മുറിയിലെ തണുപ്പ് ഇരട്ടിയായതുപോലെ അവൾക്ക് തോന്നി. അവന്റെ കൈകളിൽ റോസാപ്പൂക്കൾക്ക് പകരം മടക്കി വെച്ച ചില പഴയ ഫയലുകളാണ് ഉണ്ടായിരുന്നത്. ദേവിക ഭയത്തോടെ ജനാലയ്ക്കൽ നിന്നും മാറി അരികിലേക്ക് നിന്നു. മാധവൻ അവളുടെ മുഖത്തേക്ക് നോക്കി തികച്ചും അപരിചിതനായ ഒരു മനുഷ്യനെ പോലെ ചിരിച്ചു. അവൻ കയ്യിലിരുന്ന ഫയലുകൾ മേശപ്പുറത്തേക്ക് ഒച്ചയോടെ വച്ചു. ആ ശബ്ദം കേട്ട് അവൾ ഞെട്ടിവിറച്ചു. ഈ ആഭരണങ്ങളും പട്ടുടുപ്പും കണ്ട് നീ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്യേണ്ടതില്ല ദേവിക. നീ ഇപ്പൊ വന്നിരിക്കുന്നത് നിന്റെ വലിയൊരു തെറ്റിന്റെ പകരമായിട്ടാണ്. മാധവന്റെ കനത്ത ശബ്ദം കേട്ട് അവളുടെ വിരലുകൾ തണുത്തു വിറച്ചു. എന്താണ് എന്താണ് നിങ്ങളീ പറയുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അവളുടെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. മാധവൻ മേശപ്പുറത്തിരുന്ന ഫയലുകൾ തുറന്ന് അവളുടെ നേർക്ക് തിരിച്ചു പിടിച്ചു. ഇത് കണ്ടോ, 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ നഗരത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ ഗ്രൂപ്പിന്റെ ഉടമസ്ഥനായിരുന്നു എന്റെ അച്ഛൻ ഗോവിന്ദൻ. നിന്റെ അച്ഛൻ ശേഖരൻ അന്ന് ഞങ്ങളുടെ കമ്പനിയിലെ ഒരു വിശ്വസ്തനായ ലീഗൽ അഡ്വൈസർ മാത്രമായിരുന്നു. പക്ഷെ വ്യാജരേഖകളും കള്ള ഒപ്പുകളും ഉണ്ടാക്കി ഞങ്ങളുടെ സമ്പാദ്യവും ഹോട്ടലുകളും മുഴുവൻ അയാൾ സ്വന്തം പേരിലാക്കി. എന്റെ അച്ഛനെ കടക്കാരനാക്കി തെരുവിലേക്ക് തള്ളിവിട്ടു. ആ അപമാനം താങ്ങാനാവാതെ എന്റെ അച്ഛൻ ഹൃദയം പൊട്ടി മരിച്ചപ്പോൾ എന്റെ അമ്മ എന്നെയും കൂട്ടി അനാഥയായി അലയേണ്ടി വന്നു. പണത്തിന്റെ സ്വാധീനത്തിൽ നിന്റെ അച്ഛൻ അന്ന് എല്ലാ കേസുകളിൽ നിന്നും രക്ഷപ്പെട്ടു. നീ ഇന്ന് അനുഭവിക്കുന്ന ഈ സുഖസൗകര്യങ്ങളെല്ലാം ഞങ്ങളുടെ കണ്ണീരിന്റെ മുകളിലാണ് പടുത്തുയർത്തിയത്. ദേവിക തകർന്നു പോയ ഭാവത്തോടെ തലയാട്ടി. ഇല്ല, എന്റെ അച്ഛനൊരു ചതിയനല്ല. എനിക്കിത് വിശ്വസിക്കാൻ കഴിയില്ല, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മാധവൻ കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് കഠിനമായി സംസാരിച്ചു. നിന്റെ അച്ഛനെ നിയമപരമായി പൂട്ടാൻ എനിക്ക് സമയമെടുക്കും. അതുകൊണ്ട് അയാളുടെ ഏറ്റവും വലിയ ബലഹീനതയായ നിന്നെ ഞാൻ എൻ്റെ കൈപ്പിടിയിലാക്കി. മകളെ നല്ലൊരു കുടുംബത്തിലേക്ക് അയച്ചു എന്ന് വിചാരിച്ച് ശേഖരൻ സന്തോഷിക്കട്ടെ. പക്ഷെ എൻ്റെ അച്ഛൻ്റെ ബിസിനസ് സാമ്രാജ്യം ഞാൻ തിരിച്ചു പിടിക്കുന്ന ദിവസം നിന്നെ ഞാൻ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. അന്ന് നിന്റെ തകർച്ച കാണുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ആ വേദനയാണ് എനിക്ക് വേണ്ടത്. അതിനാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. തന്റെ വിവാഹം ഒരു കെണിയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ ദേവിക കട്ടിലിന്റെ അരികിലേക്ക് തളർന്നിരുന്നു. വളരെ മാന്യനായ ഒരു ബിസിനസ്സുകാരൻ എന്ന് കരുതിയാണ് തന്റെ വീട്ടുകാർ ഈ ബന്ധം ഉറപ്പിച്ചത്. എന്നാൽ അതിനു പിന്നിൽ ഇത്രയും വലിയൊരു ചതിയുടെ കഥയുണ്ടെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. ഇനി ഈ വീട്ടിൽ നിനക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. നീ ഇവിടെ വെറും ഒരു നിഴൽ മാത്രമാണ്. എന്റെ കട്ടിലിൽ നിനക്ക് യാതൊരു സ്ഥാനവും ഇല്ല. ആ വശത്തുള്ള ചെറിയ ദിവാൻ കട്ടിലിൽ കിടന്നോളണം. എന്റെ പരിസരത്ത് പോലും നിന്നെ കാണരുത്. മാധവൻ കർശനമായി ഉത്തരവിട്ടു. കണ്ണീരൊഴുക്കിക്കൊണ്ട് ദേവിക ആ ചെറിയ ദിവാൻ കട്ടിലേക്ക് ചുരുണ്ടുകൂടി കിടന്നു. ഒരു തെറ്റും ചെയ്യാത്ത താൻ എന്തിനാണ് അച്ഛന്റെ ഭൂതകാലത്തിന്റെ പേരിൽ ഈ പീഡനം അനുഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. രാത്രിയുടെ ഇരുട്ടിൽ അവളുടെ നിശബ്ദമായ കരച്ചിൽ ആ മുറിയിൽ പടർന്നു. പിറ്റേന്ന് രാവിലെ വെളിച്ചം വീണപ്പോൾ ദേവിക ഉണർന്നു. മാധവൻ ബാൽക്കണിയിൽ നിന്ന് ഫോണിൽ ആരോടോ വളരെ സന്തോഷത്തോടെയും കൊഞ്ചലയോടെയും സംസാരിക്കുന്നത് അവൾ കേട്ടു. ശരി മോളെ, നീ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ വൈകുന്നേരം വരുമ്പോൾ വാങ്ങാം. നീ വിഷമിക്കണ്ട കേട്ടോ. ഒരു വലിയ പക മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഈ മനുഷ്യന് ആരോട് സംസാരിക്കുമ്പോഴാണ് ഇത്രയും സ്നേഹം വരുന്നതെന്ന് ദേവിക അത്ഭുതപ്പെട്ടു. അവളുടെ ഉള്ളിൽ അതൊരു പുതിയ വേദനയായി മാറി. ഫോൺ കട്ട് ചെയ്ത് അകത്തേക്ക് വന്ന മാധവൻ അവളുടെ ആ നിൽപ്പ് കണ്ടു. എന്താ നോക്കുന്നത്? ഞാൻ ആരോട് സംസാരിച്ചാലും നിനക്കെന്താ? എന്റെ ജീവിതത്തിലേക്ക് അനാവശ്യമായി ഇടപെടാൻ നോക്കണ്ട. നീ ഇവിടെ ഒരു തടവുകാരിയെ പോലെ കഴിഞ്ഞാൽ മതി, അവൻ പരിഹാസത്തോടെ പറഞ്ഞു. ദേവിക മറുപടി ഒന്നും പറയാതെ മുഖം തിരിച്ചു. മാധവൻ വേഗം കോട്ടും എടുത്ത് പുറത്തേക്ക് പോകാനിറങ്ങി. വാതിലിനടുത്തേക്ക് എത്തിയപ്പോൾ അവൻ തിരിഞ്ഞു നിന്ന് വിരൽ ചൂണ്ടി ഭീഷണിപ്പെടുത്തി. നിന്റെ അച്ഛൻ ശേഖരൻ ഈ വിവരങ്ങൾ എന്തെങ്കിലും അറിഞ്ഞാ അതിന്റെ ഫലം വളരെ ദയനീയമായിരിക്കും, ഓർത്തു വച്ചോ. വാതിലടച്ച് അവൻ പോയപ്പോൾ ദേവിക മുട്ടുകുത്തി ഇരുന്ന് കരഞ്ഞുപോയി. പകലിന്റെ വെളിച്ചം പൂർണ്ണമായും മാഞ്ഞുപോയതോടെ ആ വലിയ വീടിനുള്ളിലെ തണുപ്പും നിശബ്ദതയും ദേവികയുടെ ഉള്ളിൽ വല്ലാതൊരു പരിഭ്രാന്തി നിറച്ചു തുടങ്ങി. മുറിയുടെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഇരുളിലേക്ക് മറയുന്ന വലിയ മരങ്ങളുടെ നിഴലുകൾ പോലും അവളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ രാത്രിയുടെ കനത്ത യാമങ്ങളിൽ വാതിൽ തുറന്ന് മാധവൻ അകത്തേക്ക് കയറി വന്നപ്പോൾ അവൾ വല്ലാതെ ഞെട്ടി എഴുന്നേറ്റ് നിന്നു. അവന്റെ മുന്നിലേക്ക് നടന്നു ചെന്ന് തന്റെ മനസ്സിലുള്ള ഒരാഗ്രഹം തുറന്നു പറയണമെന്നുണ്ടായിരുന്നെങ്കിലും ആ കനത്ത മുഖം കണ്ടതും അവളുടെ വാക്കുകൾ തൊണ്ടയിൽ തന്നെ കുടുങ്ങിപ്പോയി. കൈവിരലുകൾ പരസ്പരം കോർത്തു പിടിച്ച് വല്ലാതെ വിയർത്തുകൊണ്ട് അവൾ വളരെ പണിപ്പെട്ടാണ് ആ ചോദ്യം പുറത്തേക്കിട്ടത്. എനിക്ക് നാളെ മുതൽ എൻ്റെ ഓഫീസിൽ തിരികെ പോകണം. അവധി കഴിഞ്ഞു. മാധവൻ കയ്യിലിരുന്ന ബാഗ് മേശപ്പുറത്തേക്ക് എറിഞ്ഞ് തോളിലെ കോട്ട് പതുക്കെ ഊരി മാറ്റിക്കൊണ്ട് അവളെ വന്യമായി നോക്കി. എന്തിന്? ജോലിക്ക് പോകാനോ? ഈ നഗരത്തിലെ വലിയൊരു ബിസിനസ്സുകാരന്റെ മകൾക്ക് ഇനി എന്തിനാ ശമ്പളം?
അച്ഛൻ സമ്പാദിച്ചു കൂട്ടിയ കോടികൾ പോരാഞ്ഞിട്ടാണോ നീ ഇപ്പൊ എന്റെ അനുവാദം ചോദിച്ചു വരുന്നത്? അവന്റെ ആ പരിഹാസം നിറഞ്ഞ സംസാരം കേട്ട് ദേവികയുടെ മനസ്സിൽ വലിയൊരു സങ്കടം ഇരച്ചു കയറി. അങ്ങനെയല്ല, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പ്രൊജക്ടിന്റെ അവസാന ഘട്ടമാണ്. ഇനിയൊരു മാസത്തെ ജോലി കൂടിയേ എനിക്ക് ബാക്കിയുള്ളൂ. എന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. അത് പൂർത്തിയാക്കാൻ എന്നെ അനുവദിക്കണം. വളരെ വിനീതമായി അവൾ അവനോട് അപേക്ഷിച്ചു. മാധവൻ അവളുടെ തൊട്ടരികിൽ നടന്നു വന്നു. അവന്റെ കണ്ണുകളിൽ കറുത്ത കോപത്തിന്റെ കനലുകൾ വീണ്ടും കത്താൻ തുടങ്ങിയിരുന്നു. ജോലി പൂർത്തിയാക്കാനാണോ അതോ അവിടെ നിനക്ക് മറ്റാരെങ്കിലും കാണാനുണ്ടോ? ശേഖരന്റെ മകൾക്ക് വീട്ടിലെ തടവറയിൽ നിന്നും പുറത്തു ചാടാൻ പുതിയ കാരണങ്ങൾ കണ്ടെത്തുകയാണോ? ആ ക്രൂരമായ ആരോപണം കേട്ടതും ദേവികയുടെ കണ്ണുകളിൽ നിന്നും നിയന്ത്രണമില്ലാതെ കണ്ണീരൊഴുകാൻ തുടങ്ങി. അവൾ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് എന്നെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. എനിക്കെന്റെ കഠിനാധ്വാനത്തിലൂടെ കിട്ടിയ ആ ജോലി പൂർത്തിയാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവളുടെ വിറയുന്ന ശബ്ദവും തളർന്ന മുഖവും കണ്ടപ്പോൾ മാധവന്റെ മനസ്സിൽ ഒരു നിമിഷം നേരിയൊരു അനുകമ്പ തോന്നിയെങ്കിലും സ്വന്തം ഭൂതകാലത്തിന്റെ ഓർമ്മകൾ അവന്റെ ആർദ്രതയെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുത്തു. ശരി, പൊയ്ക്കോ. പക്ഷെ ഒരു കാര്യം നീ മനസ്സിൽ കുറിച്ചിട്ടോ, എന്റെ കൺവട്ടത്തു നിന്നും മാറി നീ എങ്ങോട്ടും ഒരടി പോലും നീങ്ങില്ല. നാളെ മുതൽ ഞാനായിരിക്കും നിന്നെ ഓഫീസിൽ കൊണ്ടുവിടുന്നതും തിരികെ കൂട്ടിക്കൊണ്ടുവരുന്നതും. എന്റെ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. അവൻ വളരെ കർശനമായ സ്വരത്തിൽ ആജ്ഞാപിച്ചു. പിറ്റേന്ന് പുലർച്ചെ മുതൽ മാധവന്റെ വണ്ടിയിലായിരുന്നു ദേവികയുടെ യാത്രകൾ. ആ യാത്രകളിലെല്ലാം വണ്ടിക്കുള്ളിൽ കടുത്ത നിശബ്ദതയായിരുന്നു പുകഞ്ഞു നിന്നിരുന്നത്. അവൾ ജനാലയിലൂടെ പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി തന്റെ കണ്ണീരടക്കാൻ കഠിനമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. അവളുടെ ഓഫീസിന്റെ വലിയ കവാടത്തിന് മുന്നിൽ വണ്ടി നിർത്തുമ്പോഴെല്ലാം മാധവൻ പറയുമായിരുന്നു, നിന്റെ കൃത്യസമയം കഴിഞ്ഞാൽ 1 മിനിറ്റ് പോലും നീ ഓഫീസിനുള്ളിൽ നിൽക്കരുത്. പുറത്തു വന്ന് കാത്തു നിൽക്കണം. വെറുതെ എന്നെക്കൊണ്ട് അവിടെയൊക്കെ തിരയിക്കാൻ ഇടവരുത്തരുത്. അവൾ ഭയത്തോടെ തലയാട്ടി വേഗം അകത്തേക്ക് നടന്നു പോകും. ഒരു ദിവസം വൈകുന്നേരം ദേവികയെ തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ ഓഫീസിന് സമീപമുള്ള പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തിയ മാധവന്റെ കണ്ണുകൾ പെട്ടെന്ന് ചുവന്നു തുടുത്തു. ഓഫീസിന്റെ പടികളിലിരുന്ന് ദേവിക ഒരു ആൺകുട്ടിയോട് വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നത് അവൻ കണ്ടു. അവളുടെ മുഖത്ത് ഇത്രയും ദിവസത്തിനിടയിൽ അവൻ ഒരിക്കൽ പോലും കാണാത്ത തെളിഞ്ഞ മനോഹരമായ ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. ആ ചിരി കണ്ടപ്പോൾ മാധവന്റെ ഹൃദയത്തിൽ അപ്രതീക്ഷിതമായ ഒരു പുതിയ വികാരം ഉടലെടുത്തു. ഇവൾക്ക് ചിരിക്കുമ്പോൾ ഇത്രയും ഭംഗിയുണ്ടായിരുന്നു എന്നവൻ ഒരു നിമിഷം ചിന്തിച്ചുപോയി. പക്ഷെ തൊട്ടടുത്ത നിമിഷം തന്നെ അവൻ തന്റെ മനസ്സിനെ കഠിനമായി നിയന്ത്രിച്ചു. മാധവ, നീ മറക്കരുത്, ഇവൾ നിന്റെ ശത്രുവിന്റെ ചോരയാണ്, നിന്റെ അച്ഛനെ തകർത്തവന്റെ മകൾ. ദേവിക വണ്ടിക്കടുത്തേക്ക് നടന്നു വന്നപ്പോഴേക്കും അവളുടെ മുഖത്തെ ആ ചിരി പൂർണ്ണമായും മാഞ്ഞുപോയിരുന്നു. വണ്ടി മുന്നോട്ടെടുത്തപ്പോൾ മാധവൻ സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ചുകൊണ്ട് കടിച്ചമർത്തിയ ദേഷ്യത്തോടെ ചോദിച്ചു, ആരായിരുന്നു അവൻ? ദേവിക പേടിയോടെ അവനെ നോക്കി. അത് രാഹുൽ, എൻ്റെ കൂടെ ഒരു പ്രൊജക്റ്റിൽ ജോലി ചെയ്യുന്നതാണ്. വളരെ നല്ലൊരു സുഹൃത്താണ്. മാധവൻ പിന്നീട് ആ യാത്രയിലുടനീളം ഒന്നും സംസാരിച്ചിരുന്നില്ലെങ്കിലും അവന്റെ ഉള്ളിൽ എന്തോ ഒരു വലിയ അസ്വസ്ഥത പുകയാൻ തുടങ്ങിയിരുന്നു. അന്ന് രാത്രി അവളുടെ അച്ഛൻ ശേഖരൻ മാധവനെ ഫോണിൽ വിളിച്ച് അടുത്ത ദിവസത്തെ വലിയൊരു കുടുംബ വിരുന്നിനായി ക്ഷണിച്ചു. തന്റെ മനസ്സിലെ പ്രതികാര ബുദ്ധിയോടെ മാധവൻ ആ ക്ഷണം വളരെ പെട്ടെന്ന് തന്നെ സ്വീകരിച്ചു. പിറ്റേന്ന് ശേഖരന്റെ വലിയ ആഡംബര വീട്ടിലെത്തിയപ്പോൾ മാധവന്റെ ഭാവം ആകെ മാറി മറിഞ്ഞിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ബന്ധുക്കളുടെയും മുന്നിൽ അവൻ ദേവികയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരു ഉത്തമ ഭർത്താവായി അഭിനയിച്ച് തകർത്തു. അവൾക്ക് ഭക്ഷണം പ്ലേറ്റിൽ വിളമ്പിക്കൊടുക്കാനും അവളുടെ തോളിൽ കൈചേർത്ത് പിടിച്ച് സംസാരിക്കാനും അവൻ ഒട്ടും മടിച്ചില്ല. ശേഖരൻ തന്റെ മകളുടെ ഈ ബാഹ്യമായ സന്തോഷം കണ്ട് ഏറെ ആശ്വസിച്ചു. എന്നാൽ ആ വലിയ നാടകത്തിനിടയിലും മാധവൻ ഒരു കാര്യം വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ശേഖരൻ ദേവികയുടെ അടുത്തേക്ക് വരുമ്പോഴെല്ലാം അവൾ പെട്ടെന്ന് തികച്ചും നിശബ്ദയാകുന്നു. അവളുടെ കണ്ണുകളിൽ വലിയൊരു ഭയത്തിന്റെ നിഴൽ പടരുന്നു. സ്വന്തം അച്ഛനെ കാണുമ്പോൾ ഒരു മകൾക്ക് എന്തിനാണ് ഇത്രയും വലിയൊരു ഭയവും പരിഭ്രാന്തിയുമെന്ന് മാധവൻ ഒട്ടും മനസ്സിലായില്ല. ഞാൻ എന്തെങ്കിലും സത്യങ്ങൾ അച്ഛനോട് തുറന്നു പറയുമോ എന്ന ഭയമായിരിക്കും അവൾക്ക് എന്നവൻ സ്വന്തം മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി ന്യായീകരിച്ചു. വിരുന്നു കഴിഞ്ഞിറങ്ങാൻ നേരത്ത് ശേഖരൻ മാധവനോട് പറഞ്ഞു, മോളും മോനും ഇന്ന് ഇവിടെ തങ്ങിക്കൂടെ? കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടല്ലേ എല്ലാവരും ഒത്തുകൂടുന്നത്. മാധവൻ തന്റെ ബിസിനസ് ബുദ്ധി വെച്ച് തന്ത്രപൂർവ്വം അതിൽ നിന്നും ഒഴിഞ്ഞു മാറി. അയ്യോ, എനിക്ക് നാളെ പുലർച്ചെ ഓഫീസിലൊരു പ്രധാനപ്പെട്ട ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ശേഖരൻ ദേവികയുടെ നേരെ തിരിഞ്ഞു. എങ്കിൽ മോൾ ഇന്നിവിടെ നിൽക്കട്ടെ, 2 ദിവസം കഴിഞ്ഞ് മോൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയാൽ മതി. ആ വാക്കുകൾ കേട്ടതും ദേവികയുടെ മുഖം വിളറി വെളുത്തു. അവൾ ഒട്ടും ആലോചിക്കാതെ മാധവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ഇല്ലച്ചാ, ഞാൻ ഇദ്ദേഹത്തോടൊപ്പം പോവുകയാണ്, എനിക്കിവിടെ നിൽക്കേണ്ട. അവളുടെ ശബ്ദത്തിലെ വലിയ പരിഭ്രാന്തിയും ഭയവും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ബന്ധുക്കളെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തി. അവളുടെ അമ്മ പതുക്കെ പറഞ്ഞു, അവൾ ഭർത്താവിന്റെ കൂടെ പോയിക്കോട്ടെ, അതാ നല്ലത്. തിരികെ തങ്ങളുടെ വലിയ വീട്ടിലെത്തിയ ഉടൻ മാധവൻ ദേവികയെ മുറിക്കുള്ളിലേക്ക് തള്ളി വാതിലടച്ചു. നീ എന്തൊരു അഭിനയാണ് എല്ലാവരുടെയും മുന്നിൽ നടത്തുന്നത്? നിന്റെ സ്വന്തം അച്ഛന്റെ വീട്ടിൽ നിൽക്കാൻ നിനക്ക് അത്രയ്ക്ക് മടിയാണോ? അതോ നീ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ നാടകമാണോ അത്? അവൻ കോപത്തോടെ ചോദിച്ചു.
ദേവിക ഒന്നും പറയാതെ തറയിലിരുന്ന് വിങ്ങിപ്പൊട്ടി കരഞ്ഞു. അവളുടെ ആ കരച്ചിലിൽ വെറുമൊരു സങ്കടം മാത്രമല്ല, വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മാധവന് തോന്നി. എങ്കിലും അവൻ മുഖം തിരിച്ചു കിടന്നു. അടുത്ത കുറച്ചു ദിവസങ്ങൾ ദേവിക കടുത്ത മാനസിക വിഷമത്തിലായിരുന്നു. ഒരു രാത്രി അവൾ മുറിയിലിരുന്ന് ഓഫീസിലെ പ്രധാനപ്പെട്ട ചില ഫയലുകൾ തയ്യാറാക്കുമ്പോഴാണ് അവളുടെ ഫോൺ ശബ്ദിച്ചത്. സ്ക്രീനിൽ രാഹുൽ എന്ന പേര് കണ്ട് മാധവൻ വേഗം അവളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി. ഹലോ രാഹുൽ, പറയൂ. ദേവിക ഭയത്തോടെ ഫോൺ സ്പീക്കറിലിട്ടു. ദേവിക, നീ നാളത്തെ പ്രൊജക്ട് റിപ്പോർട്ട് പൂർത്തിയാക്കിയോ? എനിക്ക് ആ ഡാറ്റ ഒന്ന് തരുമോ എന്ന് രാഹുൽ ചോദിച്ചു. ഞാനത് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ മെയിൽ അയക്കാം എന്ന് പറഞ്ഞ് അവൾ വേഗം ഫോൺ കട്ട് ചെയ്തു. മാധവൻ അവളുടെ നേരെ തിരിഞ്ഞു. അവന് സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ അറിയില്ലേ? നീ എന്തിനാ മറ്റുള്ളവർക്ക് വേണ്ടി നിന്റെ സമയം കളയുന്നത്? ദേവിക തലതാഴ്ത്തി പറഞ്ഞു. അത് രാഹുൽ ഈ ഫീൽഡിൽ പുതിയതാണ്. ഓഫീസിലെ വർക്കുകളൊക്കെ സാധാരണ ഞാൻ തന്നെയാണ് അവനെ സഹായിക്കാറുള്ളത്. മറ്റേതൊരു ആൺകുട്ടിക്ക് വേണ്ടിയും ദേവിക കഷ്ടപ്പെടുന്നത് മാധവന് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അവൻ പെട്ടെന്ന് ലൈറ്റ് അണച്ചു. എനിക്കുറങ്ങണം. നിന്റെ ജോലികളൊക്കെ നിർത്തി ആ ദിവാൻ കട്ടിലേക്ക് കിടന്നു. ദേവിക പകുതിയായ ഫയലുകൾ നോക്കി നിശബ്ദമായി കിടന്നു. അവളുടെ ഉള്ളിലെ പ്രണയവും ഭയവും ആ ഇരുട്ടിൽ കൂടുതൽ സങ്കീർണമായി മാറിക്കൊണ്ടിരുന്നു. ആഴ്ചയുടെ അവസാന നാളുകളിലേക്ക് കടന്നപ്പോൾ പ്രകൃതിയും ആ വലിയ വീടിന്റെ അന്തരീക്ഷവും ഒരുപോലെ കനത്തു തന്നെയാണ് ഇരുന്നിരുന്നത്. പെയ്തു തോരാൻ മടുത്തു നിൽക്കുന്ന ആകാശത്തെ കറുത്ത മേഘക്കൂട്ടങ്ങളെപ്പോലെ ആ ബംഗ്ലാവിനുള്ളിലും അസ്വസ്ഥതയുടെ പുകപടലങ്ങൾ നിറഞ്ഞു നിന്നു. ഒരു ശനിയാഴ്ച പുലർച്ചെ ദേവിക നേരത്തെ തന്നെ ഉണർന്നു. കുളി കഴിഞ്ഞ് നീലയും വെള്ളയും കലർന്ന തികച്ചും ലളിതമായ ഒരു സാധാരണ ചുരിദാറാണ് അവൾ ധരിച്ചിരുന്നത്. നനവാർന്ന നീണ്ട മുടിയിഴകൾ അവൾ തോളിലേക്ക് അഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. വലിപ്പമുള്ള ആ മുഖത്ത് ആകെ ഉണ്ടായിരുന്ന ഒരലങ്കാരം നെറ്റിയിലെ ഒരു ചെറിയ കറുത്ത കുങ്കുമപ്പൊട്ട് മാത്രമായിരുന്നു. ആ സമയത്ത് പൂമുഖത്തെ വലിയ ജനാലച്ചില്ലുകൾ തുളച്ചു കയറി വന്ന പുലർക്കാല വെളിച്ചത്തിന്റെ കതിരുകൾ അവളുടെ വിളറിയ മുഖത്ത് വന്ന് പതിച്ചു. സോഫയിലിരുന്ന് ബിസിനസ് പത്രം വായിക്കുകയായിരുന്ന മാധവൻ യാദൃശ്ചികമായി ആ വശത്തേക്ക് നോക്കിയപ്പോൾ അറിയാതെ പത്രത്തിൽ നിന്നും ശ്രദ്ധ മാറി അവളുടെ രൂപത്തിൽ തന്നെ കണ്ണുടക്കി നിന്നുപോയി. അവളുടെ ആഴമേറിയ കണ്ണുകളിൽ നിഴലിച്ചിരുന്ന കനത്ത വിരഹവും ആ മുഖത്ത് പ്രകടമായിരുന്ന ലാളിത്യവും മാധവന്റെ കഠിനമായ മനസ്സിലെവിടെയോ വളരെ ചെറുതായി ഒന്ന് തൊട്ടുപോയി. തന്റെ മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകൾ കടന്നുവരുന്നത് തിരിച്ചറിഞ്ഞ അവൻ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി വീണ്ടും പത്രത്തിലെ അക്ഷരങ്ങളിലേക്ക് നിർബന്ധപൂർവ്വം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചു. ഇന്ന് ഓഫീസിൽ പോകാത്ത ദിവസമാണല്ലോ, എങ്ങോട്ടെങ്കിലും പുറത്തു പോകാൻ തയ്യാറെടുക്കുകയാണോ? പത്രത്തിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ അവൻ വളരെ ഗൗരവത്തോടെ ചോദിച്ചു. ദേവിക വളരെ മടിച്ചാണ് അവന്റെ അരികിലേക്ക് നടന്നു വന്നത്. കൈവിരലുകൾ കൂട്ടിക്കരുതിക്കൊണ്ട് അവൾ പതുക്കെ പറഞ്ഞു. അത് പിന്നെ അടുത്തുള്ള ചെറിയ അമ്പലത്തിലേക്ക്. മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെ തോന്നുന്നു. കുറച്ച് സമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. മാധവൻ തന്റെ കയ്യിലെ വില കൂടിയ ഘടികാരത്തിലേക്ക് നോക്കി സമയം വിലയിരുത്തി. ശരി, കൃത്യം 10 മിനിറ്റ്. അതിനുള്ളിൽ ഞാൻ വണ്ടി എടുത്ത് മുറ്റത്തേക്ക് വരാം. നീ താഴേക്കിറങ്ങണം. തികച്ചും തണുത്ത സ്വരത്തിൽ ഇത്രയും മാത്രം പറഞ്ഞിട്ട് അവൻ പൂമുഖത്തു നിന്നും പുറത്തേക്ക് നടന്നുപോയി. അവൻ പുറത്തേക്ക് പോയതിന് തൊട്ടു പിന്നാലെ മേശപ്പുറത്തിരുന്ന ദേവികയുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു പുതിയ സന്ദേശം വരികയുണ്ടായി. വണ്ടിയുടെ താക്കോൽ എടുക്കാൻ മറന്നതോർത്ത് തിരികെ മുറിക്കുള്ളിലേക്ക് വേഗത്തിൽ കയറി വന്ന മാധവന്റെ കണ്ണുകൾ യാദൃശ്ചികമായി ആ ഫോണിന്റെ തെളിഞ്ഞു നിന്ന സ്ക്രീനിലേക്ക് പതിക്കുകയാണ് ചെയ്തത്. രാഹുലിന്റെ സന്ദേശമായിരുന്നു അത്. ദേവിക, നീ ഒന്നിനും പേടിക്കേണ്ട. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്. എല്ലാം ഉടൻ തന്നെ ശരിയാകും. ആ വരികൾ വായിച്ചു തീർന്ന നിമിഷം മാധവന്റെ തലച്ചോറിലേക്ക് കഠിനമായ കോപത്തിന്റെ കനൽ ചൂടാണ് പടർന്നു പിടിച്ചത്. സ്വന്തം ശത്രുവിന്റെ മകൾ തന്റെ വീട്ടിലിരുന്ന് മറ്റൊരുത്തനുമായി രഹസ്യങ്ങൾ പങ്കുവെക്കുന്നു എന്ന ചിന്ത അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു. അവൻ മേശപ്പുറത്തിരുന്ന ഫോൺ കയ്യിലെടുത്ത് ശക്തിയായി ദേവികയുടെ നേരെ എറിഞ്ഞു. അവൾ ഭയന്ന് തലകുനിച്ചതുകൊണ്ട് ഫോൺ ചുവരിലിടിച്ച് പൊട്ടി തകർക്കപ്പെട്ടു. അപ്പോ നീ എല്ലാം അവനോട് തുറന്നു പറയുന്നുണ്ടല്ലേ? എന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും രഹസ്യങ്ങളും പുറത്തുള്ളവരോട് വിളിച്ചു പറയാൻ നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമായോ? അവൻ അവളുടെ തോളുകളിൽ ആഞ്ഞു പിടിച്ചുകൊണ്ട് മുറിയിലാകെ മുഴങ്ങുന്ന ശബ്ദത്തിൽ അലറി. ഇല്ല, ദൈവത്താണ്, ഞാൻ ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഓഫീസിലെ പ്രൊജക്ട് ടെൻഷൻ കാരണമാണ് അവൻ അങ്ങനെ അയച്ചത്. അവൾ കഠിനമായ ഭയത്തോടെ അവന്റെ പിടിയിൽ നിന്നും പിന്നോട്ട് മാറാൻ ആഞ്ഞു ശ്രമിച്ചു. അവൾ പേടിച്ചു വിറക്കുന്നതും ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടുന്നതും കണ്ട് മാധവൻ പതുക്കെ കൈകൾ പിൻവലിച്ചു. അനാവശ്യമായി സംശയിച്ച് തന്നെ വേദനിപ്പിക്കുന്ന ഭർത്താവിനെ നോക്കി അവൾ കട്ടിലിന്റെ ഒരു വശത്തേക്ക് തളർന്നിരുന്നു. അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ദേവിക കട്ടിലിലേക്ക് മറിഞ്ഞു വീണു. അവളുടെ ശരീരം കഠിനമായി വിറക്കാൻ തുടങ്ങി. മാധവൻ പരിഭ്രാന്തിയോടെ അവളുടെ അരികിലേക്ക് ചെന്ന് നെറ്റിയിൽ കൈവച്ചു നോക്കി. ഒരു ഇടുത്തിയേറ്റതുപോലെ അവൻ ഞെട്ടിപ്പോയി. കനത്ത ചൂടിൽ അവളുടെ ശരീരം തിളച്ചു മറിയുകയായിരുന്നു. കടുത്ത മാനസിക സങ്കടവും ഭയവും കാരണമാണ് അവൾക്ക് പെട്ടെന്ന് ഇത്രയും കഠിനമായ പനി പിടിപെട്ടത്. മാധവന്റെ ഉള്ളിലെ കോപവും പകയുമെല്ലാം ആ നിമിഷം കൊണ്ടില്ലാതായി. പകരം ഒരു വലിയ കുറ്റബോധം അവന്റെ മനസ്സിനെ പൂർണ്ണമായി വിഴുങ്ങി. അവൻ വേഗം തന്നെ ഫ്രിഡ്ജിൽ നിന്നും തണുത്ത വെള്ളവും ഒരു ചെറിയ തുണി എടുത്തു കൊണ്ടുവന്നു. കട്ടിലിന്റെ അരികിലിരുന്ന് അവൻ ആ തുണി വെള്ളത്തിൽ മുക്കി അവളുടെ നെറ്റിയിൽ തുടച്ചുകൊണ്ടിരുന്നു.
പനിയുടെ ചൂടിൽ ദേവിക അബോധാവസ്ഥയിൽ എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. അച്ഛാ, എന്നെ ഇവിടുന്ന് കൊണ്ടുപോ, എനിക്ക് പേടിയാവുന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ. അവളുടെ ആ വാക്കുകൾ മാധവന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെൺകുട്ടിയാണ് താൻ പ്രതികാരത്തിനു വേണ്ടി ക്രൂരമായി പീഡിപ്പിക്കുന്നതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അന്ന് രാത്രി മുഴുവൻ മാധവൻ ഉറങ്ങിയില്ല. അവൻ അവളുടെ അരികിൽ തന്നെ ഇരുന്ന് അവളുടെ നെറ്റിയിലെ തണുത്ത തുണി മാറ്റിക്കൊണ്ടിരുന്നു. പുലർച്ചെയായപ്പോഴേക്കും പനിയുടെ ചൂട് അല്പം കുറഞ്ഞു തുടങ്ങി. ദേവിക പതുക്കെ കണ്ണുകൾ തുറന്നു. തനിക്കരികിൽ ഉറങ്ങാതെ ഇരുന്ന് നെറ്റിയിൽ തുണി നനച്ചിടുന്ന മാധവനെയാണ് അവൾ ആദ്യം കണ്ടത്. അവളുടെ കണ്ണുകളിൽ വീണ്ടും ഭയം നിഴലിക്കുന്നത് കണ്ട് മാധവൻ വളരെ ശാന്തമായി പറഞ്ഞു, പേടിക്കണ്ട, പനി കുറഞ്ഞിട്ടുണ്ട്. ഇനി നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല, ശാന്തമായി കിടക്ക്. അവന്റെ ശബ്ദത്തിൽ പഴയ കടുപ്പമോ ദേഷ്യമോ ഒട്ടും ഉണ്ടായിരുന്നില്ല. അവൻ അടുക്കളയിൽ പോയി അവൾക്കായി കഞ്ഞി തയ്യാറാക്കി കൊണ്ടുവന്നു. കയ്യിലെ വിറയൽ കാരണം അവൾക്ക് പാത്രം പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മാധവൻ പതുക്കെ പാത്രം കയ്യിലെടുത്ത് ഓരോ സ്പൂണായി അതീവ ശ്രദ്ധയോടെ അവൾക്ക് വാരിക്കൊടുത്തു. തനിക്കായി ഇത്രയും കരുതലോടെ ഭക്ഷണം വാരിക്കൊടുക്കുന്ന മാധവനെ ദേവിക കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. ഇത്രയും നാൾ തന്റെ നേരെ വെറുപ്പും കോപവും മാത്രം വമിച്ചിരുന്ന ഈ കഠിന മനസ്കനായ മനുഷ്യന്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു ആർദ്രതയും കരുതലുമുണ്ടോ എന്ന് അവൾ അത്ഭുതപ്പെട്ടുപോയി. ആ രാത്രി കഠിനമായ രോഗത്തിനിടയിലും ദേവികയുടെ മനസ്സിൽ മാധവൻ എന്ന പുരുഷനോട് പ്രണയത്തിന്റെ ആദ്യത്തെ കതിരുകൾ വിരിഞ്ഞു തുടങ്ങുകയായിരുന്നു. പനിയുടെ കഠിനമായ ദിനങ്ങൾ കടന്നുപോയതോടെ ദേവികയുടെ ആരോഗ്യം പതുക്കെ വീണ്ടെടുക്കപ്പെട്ടിരുന്നു. ശാരീരികമായ ക്ഷീണം മാറിയതോടെ അവൾ വീണ്ടും തന്റെ ഓഫീസിലെ പ്രൊജക്ട് ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആരംഭിച്ചു. മാധവന്റെ പെരുമാറ്റത്തിൽ മുമ്പുണ്ടായിരുന്ന ആ കടുത്ത വെറുപ്പിപ്പോ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും പൂർണ്ണമായും അവൻ അവളോട് അടുത്ത് പെരുമാറിയിരുന്നില്ല. ഒരു തരത്തിലുള്ള നിശബ്ദത എപ്പോഴും അവർക്കിടയിൽ നിലനിന്നിരുന്നു. അതിനിടയിലാണ് ദേവിക ജോലി ചെയ്യുന്ന കമ്പനിയിൽ പുതിയൊരു വലിയ പ്രൊജക്ടിന്റെ ടെൻഡർ വിളിക്കുന്നത്. ആ പ്രൊജക്ട് വിജയകരമായി പൂർത്തിയാക്കിയാൽ ദേവികയ്ക്ക് കമ്പനിയിൽ വലിയൊരു പ്രൊമോഷൻ ലഭിക്കുമായിരുന്നു. ദിവസങ്ങളോളം ഉറക്കമൊഴിച്ച് കഠിനാധ്വാനം ചെയ്താണ് അവൾ ആ പ്രൊജക്ടിന്റെ ഫയലുകളും ഡിസൈനുകളും തയ്യാറാക്കിയത്. എന്നാൽ ടെൻഡർ സമർപ്പിക്കേണ്ടതിന്റെ തലേ ദിവസം വൈകുന്നേരം ഓഫീസിൽ നിന്നും വന്ന ദേവികയുടെ മുഖം കനത്ത സങ്കടത്താൽ മൂടിയിരുന്നു. അവൾ മുറിയിലെ കസേരയിലിരുന്ന് നിശബ്ദമായി കണ്ണീരൊഴുക്കുന്നത് ഹാളിൽ നിന്നിരുന്ന മാധവൻ ശ്രദ്ധിച്ചു. അവൻ പതുക്കെ മുറിക്കുള്ളിലേക്ക് നടന്നു വന്നു. അവൾക്കരികിൽ ചെന്ന് ഗൗരവത്തോടെ ചോദിച്ചു, എന്താണ് ദേവിക സംഭവിച്ചത്? ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ദേവിക വിതുമ്പിക്കൊണ്ട് അവനെ നോക്കി. ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ട് തയ്യാറാക്കിയ പ്രൊജക്ട് റിപ്പോർട്ട് ഞങ്ങളുടെ കമ്പനി റിജക്റ്റ് ചെയ്തു. ആ പ്രൊജക്റ്റിനി ഞങ്ങൾക്ക് കിട്ടില്ല. മറ്റൊരു വലിയ കമ്പനിയാണ് ഇപ്പോൾ ആ ടെൻഡർ സ്വന്തമാക്കാൻ പോകുന്നത്. ഏതാണ് ആ കമ്പനി? മാധവൻ ആകാംക്ഷയോടെ ചോദിച്ചു. അത് ശേഖരൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്, എൻ്റെ അച്ഛൻ്റെ കമ്പനി. ഞങ്ങളുടെ പ്രൊജക്ട് ഡാറ്റ മുഴുവൻ ചോർത്തിയാണ് അവർ ഈ ടെൻഡർ പിടിക്കുന്നത്. സ്വന്തം മകൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ പോലും തകർക്കാൻ എൻ്റെ അച്ഛൻ എങ്ങനെ സാധിച്ചുവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾ അത്രയും പറഞ്ഞ് മുഖം പൊത്തി കരഞ്ഞു. ആ വാക്കുകൾ കേട്ടതും മാധവന്റെ ഉള്ളിൽ വലിയൊരു ഞെട്ടലുണ്ടായി. ശേഖരൻ എത്രത്തോളം ക്രൂരനും സ്വാർത്ഥനുമായ ബിസിനസ്സുകാരനാണെന്ന് അവൻ ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞു. സ്വന്തം മകളുടെ കരിയർ പോലും അയാൾക്ക് പണത്തിന് മുന്നിൽ വലുതായിരുന്നില്ല. മാധവന്റെ ഉള്ളിലെ പകയും കോപവും ശേഖരന് നേരെ വീണ്ടും ഇരട്ടിച്ചു. അതേസമയം ഒരു തെറ്റും ചെയ്യാതെ സ്വന്തം അച്ഛനാൽ വീണ്ടും ചതിക്കപ്പെട്ട ദേവികയോട് അവന് വല്ലാത്തൊരു ആർദ്രത തോന്നി. നീ കരച്ചിൽ നിർത്ത് ദേവിക, നിന്റെ കഠിനാധ്വാനം അങ്ങനെ ആരും തട്ടിയെടുക്കില്ല. മാധവന്റെ ശബ്ദത്തിൽ വലിയൊരു ദൃഢതയുണ്ടായിരുന്നു. അവൻ ഉടൻ തന്നെ തന്റെ വിശ്വസ്തനായ അസിസ്റ്റന്റിനെ ഫോണിൽ വിളിച്ച് ശേഖരന്റെ കമ്പനി സമർപ്പിച്ച ടെൻഡറിന്റെ വിവരങ്ങൾ രഹസ്യമായി ശേഖരിക്കാൻ ഉത്തരവിട്ടു. അന്ന് രാത്രി മുഴുവൻ മാധവൻ ഉറങ്ങിയില്ല. അവൻ ദേവികയുടെ ലാപ്ടോപ്പിലെ പഴയ പ്രോജക്ട് ഫയലുകൾ വീണ്ടും പരിശോധിച്ചു. ബിസിനസ് രംഗത്തെ തന്റെ വലിയ പരിചയ സമ്പത്ത് ഉപയോഗിച്ച് അവൻ ആ പ്രൊജക്റ്റിൽ ചില വലിയ മാറ്റങ്ങൾ വരുത്തി. ശേഖരന്റെ കമ്പനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ചില അന്താരാഷ്ട്ര ബിസിനസ് തന്ത്രങ്ങൾ അവൻ അതിൽ കൂട്ടിച്ചേർത്തു. പുതിയൊരു പ്രൊജക്ട് റിപ്പോർട്ട് അവൻ പുലർച്ചെയോടെ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. പിറ്റേന്ന് രാവിലെ മാധവൻ ആ പുതിയ ഫയലുകൾ ദേവികയുടെ കൈകളിൽ ഏൽപ്പിച്ചു. ഇതുമായി നീ നിന്റെ കമ്പനി ഹെഡിന്റെ അടുത്ത് ചെല്ലുക. ഈ റിപ്പോർട്ട് കണ്ട അവർക്ക് നിന്റെ പ്രൊജക്ട് തള്ളിക്കളയാൻ കഴിയില്ല. ശേഖരന്റെ കമ്പനിയേക്കാൾ മികച്ചതാണിത്. ദേവിക അത്ഭുതത്തോടെ ആ ഫയലുകളിലേക്ക് നോക്കി. രാത്രി മുഴുവൻ ഉറങ്ങാതെ തനിക്കായി ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ മാധവനോട് അവൾക്ക് വലിയൊരു ബഹുമാനവും നന്ദിയും തോന്നി. അവൾ ഓഫീസിൽ ചെന്ന് ആ പുതിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മാധവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കമ്പനി ഡയറക്ടർമാർ ആ പ്രോജക്റ്റിൽ അത്യന്തം സന്തുഷ്ടരാവുകയും ശേഖരന്റെ കമ്പനിയെ മറികടന്ന് ദേവികയുടെ കമ്പനിക്ക് ആ വലിയ പ്രോജക്റ്റ് അനുവദിക്കുകയും ചെയ്തു. ഓഫീസിൽ വലിയൊരു കയ്യടിയാണ് ദേവികയ്ക്ക് ലഭിച്ചത്. തന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു അത്. വൈകുന്നേരം വലിയൊരു സന്തോഷത്തോടെയാണ് ദേവിക വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. ഹാളിലിരിക്കുകയായിരുന്ന മാധവന്റെ മുന്നിലേക്ക് അവൾ ഓടിച്ചെന്നു. നമുക്ക് ആ പ്രൊജക്റ്റ് കിട്ടി. അച്ഛന്റെ കമ്പനിയെ തോൽപ്പിച്ച് ഞാൻ ആ വിജയം നേടി. ഇത് നിങ്ങളുടെ സഹായം കൊണ്ട് മാത്രമാണ് ഉണ്ടായത്. അവൾ സന്തോഷം കൊണ്ട് അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. മാധവൻ പതുക്കെ തന്റെ കൈകൾ പിൻവലിച്ചുകൊണ്ട് വളരെ തണുത്ത സ്വരത്തിൽ പറഞ്ഞു, നീ എന്നോട് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല.
ശേഖരൻ ജയിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ സഹായിച്ചത്. എൻ്റെ പ്രതികാരം അയാളോടാണ്, അല്ലാതെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല. അവന്റെ വാക്കുകൾ കടുപ്പമുള്ളതായിരുന്നുവെങ്കിലും ദേവിക പതുക്കെ പുഞ്ചിരിച്ചു. മാധവൻ പുറമേക്ക് എത്രയൊക്കെ വെറുപ്പ് കാണിച്ചാലും അവന്റെ ഉള്ളിൽ നീതിബോധവും തനിക്കായൊരു വലിയ കരുതലും ഉണ്ടെന്ന് അവൾ പൂർണ്ണമായി ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അന്ന് രാത്രി വലിയൊരു മനസ്സംതൃപ്തിയോടെയാണ് ദേവിക ഉറങ്ങാൻ കിടന്നത്. ദിവാൻ കട്ടിലിൽ കിടക്കുകയായിരുന്ന അവളെ മാധവൻ പതുക്കെ നോക്കി. ശത്രുവിന്റെ മകൾ എന്നതിലുപരി തികച്ചും നിരപരാധിയായ ഒരു പെൺകുട്ടിയാണ് തന്റെ മുന്നിൽ കിടക്കുന്നതെന്ന് അവൻ ഓർത്തു. അവളുടെ സന്തോഷത്തിന് കാരണമാകാൻ കഴിഞ്ഞതിൽ അവന്റെ ഉള്ളിലും വലിയൊരു ആശ്വാസം തോന്നിയിരുന്നു. എങ്കിലും പുലർച്ചെ വെളിച്ചം വീണപ്പോൾ മാധവൻ പതുക്കെ എഴുന്നേറ്റ് മാറി നിന്നു. തന്റെ ലക്ഷ്യങ്ങൾക്കും പകയ്ക്കുമിടയിൽ ഈ പെൺകുട്ടിയോട് തോന്നുന്ന ആർദ്രത സ്വന്തം വലിയൊരു ബലഹീനതയാകുമോ എന്ന് അവൻ വീണ്ടും ഭയത്തോടെ ചിന്തിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസത്തെ വലിയ ബിസിനസ് വിജയത്തിനു ശേഷം ആ വീട്ടിലെ അന്തരീക്ഷത്തിൽ വല്ലാത്തൊരു ശാന്തത പടർന്നിട്ടുണ്ടായിരുന്നു. രാവിലെ ഓഫീസിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്ന മാധവന്റെ മനസ്സ് പക്ഷേ കഠിനമായ ചില ചിന്തകളാൽ അസ്വസ്ഥമായിരുന്നു. തന്റെ അച്ഛനെ ചതിച്ച ശേഖരനെ തകർക്കാനുള്ള എല്ലാ നിയമപരമായ രേഖകളും തെളിവുകളും അവൻ ശേഖരിച്ചു കഴിഞ്ഞിരുന്നു. ഇന്ന് ആ ഫയലുകൾ പോലീസിനും കോടതിക്കും കൈമാറാൻ പോവുകയാണ്. അതോടെ ശേഖരന്റെ തകർച്ച പൂർണ്ണമാകും. കോട്ട് ധരിക്കുന്നതിനിടയിൽ അവൻ കണ്ണാടിയിലൂടെ പുറകിലേക്ക് നോക്കി. ദേവിക അവനുമായുള്ള ചായയുമായി മുറിയിലേക്ക് വരികയായിരുന്നു. അവളുടെ മുഖത്ത് ഇന്നലെ വിജയം തന്ന ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ മാധവന്റെ ഉള്ളിൽ ആദ്യമായ ഒരു വലിയ കുറ്റബോധം ഉടലെടുത്തു. ഈ തെളിവുകൾ പുറത്താകുമ്പോൾ തകരുന്നത് അവളുടെ അച്ഛനാണ്. അവൾ അതോടെ പൂർണ്ണമായും തനിച്ചാകും. അവൻ മേശപ്പുറത്തിരുന്ന കറുത്ത ഫയലുകൾ കയ്യിലെടുത്തു. അതിനുള്ളിൽ ശേഖരന്റെ ഭൂതകാലത്തെ എല്ലാ കള്ളത്തരങ്ങളും കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ ആ ഫയലുകൾക്കിടയിൽ ശേഖരന്റെ പഴയ ഓഫീസിൽ നിന്നും മാധവന്റെ അസിസ്റ്റന്റ് രഹസ്യമായി എടുത്തുകൊണ്ടുവന്ന ചില വ്യക്തിപരമായ ഡയറി കുറിപ്പുകളും ഉണ്ടായിരുന്നു. വണ്ടിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് മാധവൻ യാദൃശ്ചികമായി ആ പഴയ ഡയറിയുടെ താളുകൾ മറിച്ചു നോക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് ശേഖരൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയ വരികളായിരുന്നു അതിൽ. ആ വരികളിലൂടെ കണ്ണോടിച്ച മാധവന്റെ മുഖം പെട്ടെന്ന് വിളറി വെളുത്തു. അവന്റെ കൈകൾ വിറക്കാൻ തുടങ്ങി. കട്ടിലിന്റെ അരികിലേക്ക് അവൻ തളർന്നിരുന്നു പോയി. ആ ഡയറിയിൽ എഴുതിയിരുന്നത് വലിയൊരു ക്രൂരതയുടെ കഥയായിരുന്നു. ശേഖരൻ പണ്ട് ചതിച്ചത് മാധവന്റെ അച്ഛനായ ഗോവിന്ദനെ മാത്രമല്ലായിരുന്നു. ഗോവിന്ദനൊപ്പം വിശ്വസ്തനായി കൂടെയുണ്ടായിരുന്ന മറ്റൊരു പങ്കാളിയായ വാസുദേവനെയും അയാൾ ചതിച്ചിരുന്നു. വാസുദേവന്റെ എല്ലാ സ്വത്തുക്കളും തട്ടിയെടുത്ത ശേഷം അയാളെ ഒരു വണ്ടി അപകടത്തിൽപ്പെടുത്തി ശേഖരൻ കൊലപ്പെടുത്തുകയായിരുന്നു. അന്ന് അനാഥയായ വാസുദേവന്റെ 2 വയസ്സുള്ള മകളെയും ഭാര്യയെയും സമുദായത്തിന് മുന്നിൽ മാന്യനാകാൻ വേണ്ടിയാണ് ശേഖരൻ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. മാധവൻ ആ വരികൾ വീണ്ടും വീണ്ടും വായിച്ചു. ആ 2 വയസ്സുകാരി പെൺകുട്ടി മറ്റാരുമല്ലായിരുന്നു, അത് ദേവികയായിരുന്നു. അവൾ ശേഖരന്റെ സ്വന്തം മകളല്ല. തന്റെ അച്ഛനെ പോലെ തന്നെ ശേഖരൻ എന്ന രാക്ഷസനാൽ സർവ്വതും നഷ്ടപ്പെട്ട, അച്ഛൻ കൊല്ലപ്പെട്ട മറ്റൊരിര മാത്രമാണ് തന്റെ മുന്നിൽ നിൽക്കുന്ന ഈ പെൺകുട്ടി. താൻ ഇത്രയും നാൾ ശത്രുവിന്റെ ചോരയെന്ന് കരുതി ക്രൂരമായി വെറുത്തതും പീഡിപ്പിച്ചതും സ്വന്തം അച്ഛനെ നഷ്ടപ്പെട്ട തന്റെ അതേ അവസ്ഥയിലുള്ള ഒരു നിരപരാധിയാണെന്ന് മാധവൻ തിരിച്ചറിഞ്ഞു. അവളുടെ അമ്മയെ ഭീഷണിപ്പെടുത്തിയാണ് ശേഖരൻ ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചതെന്ന സത്യവും അവന് മനസ്സിലായി. പെട്ടെന്ന് മുറിയിലേക്ക് കയറി വന്ന ദേവിക മാധവന്റെ ഈ അവസ്ഥ കണ്ട് ഭയന്നു പോയി. അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണീരൊഴുകുകയായിരുന്നു. വിവാഹത്തിന് ശേഷം ആദ്യമായാണ് ആ കഠിന ഹൃദയൻ കരയുന്നത് അവൾ കാണുന്നത്. എന്താ സംഭവിച്ചത് മാധവൻ? എന്തിനാ നിങ്ങൾ ഈ ഫയലുകൾ നോക്കി കരയുന്നത്? അവൾ പരിഭ്രാന്തിയോടെ അവന്റെ അരികിലേക്ക് വന്നിരുന്നു. മാധവൻ ആ ഡയറി അവൾക്ക് നേരെ നീട്ടി. ഇടറിയ ശബ്ദത്തിൽ അവൻ പറഞ്ഞു, ദേവിക, നീ ആ ഡയറിയിലെ വരികൾ ഒന്ന് വായിച്ചു നോക്ക്. നീ ഇത്രയും കാലം അച്ഛനെന്ന് വിളിച്ച് ബഹുമാനിച്ച ആ മനുഷ്യന്റെ യഥാർത്ഥ മുഖം ഇതാണ്. ദേവിക വിറക്കുന്ന കൈകളോടെ ആ ഡയറി വാങ്ങി വായിക്കാൻ തുടങ്ങി. ഓരോ വരികൾ വായിക്കുന്തോറും അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒലിച്ചിറങ്ങി. സ്വന്തം അച്ഛനെ കൊന്നവന്റെ വീട്ടിലാണ് താൻ ഇത്രയും കാലം വളർന്നതെന്നും തന്റെ അമ്മ അനുഭവിച്ച നരകം ഇതുകൊണ്ടായിരുന്നു എന്നും അവൾ തിരിച്ചറിഞ്ഞു. വലിയൊരു നിലവിളിയോടെ അവൾ തറയിലേക്ക് ഇരുന്നു പോയി. മാധവൻ ഒട്ടും ആലോചിക്കാതെ കട്ടിലിൽ നിന്നും താഴേക്കിറങ്ങി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇത്രയും നാൾ കാത്തു സൂക്ഷിച്ച ആ കഠിനമായ പകയുടെ മൂടുപടങ്ങൾ അവൻ പൂർണ്ണമായും അഴിച്ചുവെച്ചു. എന്നോട് ക്ഷമിക്കൂ ദേവിക. എൻ്റെ അച്ഛനെ കൊന്നവനോടുള്ള പക തീർക്കാൻ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. നീ എൻ്റെ ശത്രുവല്ല. നമ്മൾ രണ്ടുപേരും ഒരേ ചതിയനാൽ തകർക്കപ്പെട്ടവരാണ്. മാധവന്റെ ശബ്ദം പൂർണ്ണമായും ഇടറിപ്പോയിരുന്നു. ദേവിക അവന്റെ നെഞ്ചിലേക്ക് ചായഞ്ഞുകൊണ്ട് ഉറക്കെ കരഞ്ഞു. എനിക്ക് ആ വീട്ടിലേക്ക് ഇനി തിരികെ പോകണ്ട മാധവൻ. എനിക്ക് ഈ ലോകത്ത് ആരുമില്ല. നിനക്ക് ഞാനുണ്ട് ദേവിക. ഇനി നിന്നെ തൊടാൻ ആർക്കും ഞാൻ അനുവാദം നൽകില്ല. മാധവൻ അവളെ കൂടുതൽ കർശനമായി ചേർത്ത് പിടിച്ചു. അതേസമയം തന്നെ മാധവൻ ശേഖരനെതിരെയുള്ള എല്ലാ തെളിവുകളും സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറി. പത്രങ്ങളിലും ചാനലുകളിലും ശേഖരന്റെ വലിയ സാമ്പത്തിക തട്ടിപ്പുകളുടെയും പണ്ടത്തെ കൊലപാതകത്തിന്റെയും വാർത്തകൾ ഇരച്ചുകയറി.
മണിക്കൂറുകൾക്കകം പോലീസ് ശേഖരനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോയി. അയാളുടെ വലിയ ബിസിനസ് സാമ്രാജ്യം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി. ദിവസങ്ങൾ കടന്നുപോയി. ആ വലിയ ബംഗ്ലാവിൽ ഇപ്പോ പഴയ ആ കറുത്ത നിശബ്ദതയില്ലായിരുന്നു. പൂമുഖത്തെ ജനാലയിലൂടെ പ്രഭാതത്തിലെ തെളിഞ്ഞ വെളിച്ചം ആ മുറിയിലേക്ക് അരിച്ചു കയറി. ദേവിക പൂജാമുറിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് പുഞ്ചിരിയോടെ ഹാളിലേക്ക് വന്നു. സോഫയിലിരുന്ന മാധവൻ അവളെ നോക്കി പതുക്കെ പുഞ്ചിരിച്ചു. അവളുടെ കണ്ണുകളിലെ പഴയ ആ ഭയവും സങ്കടവും ഇപ്പോൾ പൂർണ്ണമായും മാഞ്ഞു പോയിരുന്നു. പ്രതികാരത്തിന്റെയും വെറുപ്പിന്റെയും കനൽ വഴിയിലൂടെ തുടങ്ങിയ അവരുടെ ജീവിതം ഒടുവിൽ പരസ്പരമുള്ള വലിയൊരു ആശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും പുതുവഴിയിലേക്ക് ചുവടുവെച്ചു കഴിഞ്ഞിരുന്നു. പഴയ പകകളെല്ലാം ആ പ്രകാശത്തിൽ എന്നേക്കുമായി അലിഞ്ഞുപോയി.